ഒല്ലൂർ മാധ്യമ പ്രവർത്തക കൂട്ടായ്മയിലെ അംഗങ്ങളായിരുന്ന ദേശാഭിമാനി ലേഖകൻ ബാബു മലയിലിന്റെയും മംഗളം ലേഖകൻ ഗോപാലിന്റെയും നിര്യാണത്തിൽ അനുശോചിച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കെ രാജൻ എം.എൽ.എ. യോഗം ഉദ്ഘാടനം ചെയ്തു. ബാബു മലയിലിനെ CA പ്രേമചന്ദ്രനും ഗോപാലിനെ AA ജോസും അനുസ്മരിച്ചു. കൗൺസിലർ പോളി ജോസ്, DCC സെക്രട്ടറി ജെജു സെബാസ്റ്റ്യൻ, CPI-യിലെ KS സന്തോഷ്, കേരള കോൺഗ്രസ് M പ്രതിനിധി ജെറീഷ് പെരിഞ്ചേരി, BJP പ്രതിനിധി ഫെബിൻ കെ ഫ്രാൻസിസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സുനീഷ് ജോൺസൺ, ഒല്ലൂർ ആക്സ് പ്രതിനിധി ഷാജി റാഫേൽ തുടങ്ങിയവർ അനുസ്മരണ പ്രസംഗം നടത്തി. സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കും വരുത്തിയിട്ടുള്ള വലിയ നഷ്ടത്തിനോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ സ്മരണകൾ നിലനിർത്താൻ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ കൂടി. മറ്റൊരു കലാകാരനാണ് സത്യം പറഞ്ഞത്. നാടൻപാട്ടും കൊമ്പുവിളിയിലും അസാമാന്യ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് ബാബു. അതേപോലെ തന്നെ നാടക സംവിധാനം, നാടകാഭിനയം, ഇതൊക്കെ ബാബുവിന്റെ ഭാഗമാണ്. പലപ്പോഴും ഗോപാൽജിയുടെ ഉള്ളിലുള്ള കഴിവുകൾ പലപ്പോഴും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല. വിശ്വസാധ്യതയെക്കുറിച്ചും പ്രത്യേകിച്ച് ഗസലിനെ കുറിച്ചൊക്കെ വളരെ അവബോധമുള്ളൊരു വ്യക്തിയായിരുന്നു. കൂടുതൽ സാംസ്കാരിക രംഗമായിട്ട് ശിഥിലമായി കിടന്നിരുന്ന ലൈബ്രറി പുനർജീവിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സാംസ്കാരിക രംഗത്തേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഗോപാലൻ ഞാനുമായൊരു 40 വർഷക്കാലത്തെ ഒരു പരിചയം ഉള്ള ഒരു വ്യക്തിത്വമാണ്. കാരണം എൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറത്താണ് ഗോപാലനൊക്കെ ആദ്യമായി താമസിക്കാനോട് എത്തിയത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മാക്കേടണം, അതുപോലെ തന്നെ അമ്മ കുഞ്ഞമ്മയും പിന്നെ അനുജൻ പാർത്തനും ഞങ്ങളൊക്കെ ഒരുമിച്ച് കളിച്ചു നടന്നിരുന്ന ആളുകളാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ഗോപാലേട്ടൻ, ഞങ്ങൾ ഗോപാലേട്ടൻ എന്ന് വിളിക്കാറ്, അദ്ദേഹം കെൽട്രോണിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ കെൽട്രോണിലെ നമ്മുടെ കുളങ്ങത്താവ് കെൽട്രോണിൽ അദ്ദേഹം സ്റ്റാഫായിരുന്നു. കെൽട്രോണിന്റെ കുറച്ചു കാലങ്ങളിലായിട്ടുള്ള സുഹൃത്ത് ബന്ധത്തിനിടയിൽ വളരെ ആഴമായി ഗോപാൽജി ബാബുജിയായിട്ട് ഇടപഴകേണ്ട സാഹചര്യം ഉണ്ടായി. ലൈബ്രറിയുടെ കാര്യത്തിലൂടെയാണ് ഒല്ലൂരിലെ സജീവമായിട്ട് ഗോപാൽജിയായിട്ട് ഞങ്ങൾ സുഹൃത്ത് ബന്ധങ്ങൾ തുടങ്ങി വെച്ചത്. അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ ഗമ ടീച്ചറോട് ഇരിക്കുന്നു, മലയാളത്തിന്റെ പഴയ കാലങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള ഗോപാൽജി വന്നിരിക്കാറുണ്ട്. അപ്പോ ഇങ്ങനെ ഇരിക്കലേ പെട്ടെന്ന് ഒരു വേർപാടിൽ നമ്മളിപ്പോ എല്ലാവരും സാക്ഷിയായിരിക്കുകയാണ്. ഗോപാൽജി ഒല്ലൂരിൽ വരുമായിരുന്നു. അസുഖബാധിതനാവുന്നതിന് മുൻപ് ദിവസവും ഞങ്ങൾ ദുർഗ ഹോട്ടലിൽ കണ്ടുമുട്ടും, വൈകിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ മരിക്കുന്നതിന് എനിക്ക് തോന്നുന്നു 2 ദിവസം മുൻപ് വരെ ദുർഗ ഹോട്ടലിൽ വന്നിരുന്നു. മരിച്ചത് ഉച്ചയ്ക്ക് അവിടെ ഇരിക്കുമ്പോഴാണ് ദുർഗ ഹോട്ടലിൻ്റെ ഉടമ സുനിൽ പറഞ്ഞത് ഗോപാൽജി നമ്മളെ വിട്ടുപിരിച്ചു. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞില്ല. കാരണം 2 ദിവസം മുൻപ് കണ്ട ആളെ പെട്ടെന്ന് അങ്ങനെ വിട്ടുപിരിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്തായാലും രണ്ടുപേരുടെയും നിര്യാണം നമ്മളെ ഒല്ലൂരിലേക്ക് സംബന്ധിച്ചിടത്തോളം പ്രസ് ക്ലബ്ബ് നേരത്തെ ചന്ദ്രൻ പറഞ്ഞതുപോലെ കുറച്ചു കാലമായി ഒല്ലൂരിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് അതിൻ്റെയൊക്കെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ആളാണ് ഗോപാൽജി. അവരുടെ ഒരു വർക്കിന്റെ ഭാഗമാവാനായിട്ട് എനിക്ക് അവിടെ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർന്ന് ഇടയ്ക്ക് ഈ ഒല്ലൂരിലെ പ്രസ് ക്ലബിലെ വ്യക്തികളായിട്ട് വളരെയധികം സൗഹൃദത്തിൽ ആണ് ഞാൻ മുന്നോട്ട് പോയത്. അങ്ങനെ ആ കാലഘട്ടത്തിലൊക്കെ ഈ പറഞ്ഞ ബാബു മലയിലായിക്കോട്ടെ, പ്രേംജി ആയിക്കോട്ടെ, ഇവരൊക്കെ എനിക്ക് അവരെ അവിടെ വെച്ച് കാണുവാനും അവരെ സൗഹൃദം പുലർത്താനൊക്കെ സാധിച്ചിട്ടുണ്ട്. വന്നിരുന്നവരെല്ലാം വളരെ ദുഃഖത്തോടെ അവരെ കുറിച്ച് വിവരിക്കുന്ന കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അവരവരുടെ രംഗത്ത് വളരെയധികം കഴിവ് തെളിയിച്ചവരും അവരവര് വളരെ കഴിവുള്ള വ്യക്തിത്വങ്ങളായിരുന്നു. ബാബുചേട്ടനും ഗോപാൽജിയും വ്യക്തിപരമായിട്ട് തന്നെ അറിയുന്നില്ലെങ്കിലും നമ്മളൊരു സിനിമ സ്റ്റാർ ആണെങ്കിൽ നമ്മളെല്ലാവരും അറിയുന്നതായിരിക്കും. പക്ഷെ തൂലിക കൊണ്ട് എഴുതുന്ന ഒരു സാരാംശം ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു രീതിയിൽ ആ വ്യക്തികൾക്ക് അപരപാളികളിലോ മറ്റുള്ള നിറഞ്ഞ സദസ്സിലോ കണ്ട് തിരിച്ചറിയാൻ മാത്രം നിലപാടുകളില്ല. പക്ഷെ അവരുടെ വിചാരങ്ങൾ ഒരു നാടിൻ്റെ സ്പന്ദനം വായനക്കാരിൽ എത്തിക്കുന്നതിൽ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് പ്രവർത്തകരെ നഷ്ടമായ വേദനയിലാണ് നമ്മളെല്ലാവരും. രണ്ടുപേർക്കും
അവരെ കുടുംബത്തിനും നമ്മുടെ പ്രസ് ക്ലബിനും എല്ലാവർക്കും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നൽകുന്നു. അതിലൊരു നിദാനം, ഒരു മാറ്റം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഒത്തൊരുമിച്ച് ഇവിടുത്തെ പ്രസ് ക്ലബ് ഒരു കുടുംബം പോലെ നിന്നിട്ടാണ് ഇങ്ങനെ ഒരു നമ്മളൊന്ന് സാധിപ്പിച്ചെടുത്ത് ഇങ്ങനെ ഒരു റൂം കോർപ്പറേഷൻ നമ്മൾ അനുവദിച്ചെടുത്തു. പ്രത്യേകിച്ച് നമ്മളുമായിട്ട് അത്രയും അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാവും. ഇവിടെ എനിക്ക് മുമ്പൊക്കെ സംസാരിച്ചവരൊക്കെ കാര്യങ്ങൾ തന്നെയാണ് ഇവരെ വിവരിച്ചത്. മരണത്തോട് അനുബന്ധിച്ചത് ചിലപ്പോൾ നമ്മുടെ കൂടെ ഇടം വലമായിട്ട് നടത്തുന്നവരായാലും അവർക്കറിയാൻ പറ്റും അവരെന്തായിരുന്നു. എങ്കിൽ കൂടിയും പൊതുവായിട്ട് ഇതേപോലെയൊക്കെ ഒരു അനുസ്മരണ യോഗങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ വിശുദ്ധമായിട്ട് അവരെന്തായിരുന്നു എന്ന് അറിയാനായിട്ട് നമുക്ക് കഴിയും. ഞങ്ങളിന്ന് നഷ്ടങ്ങൾ തന്നെയാണ്. കയറി വന്നപ്പോൾ വല്ലാത്തൊരു ഭാരം തോന്നുന്നുണ്ട് ആളുകളുടെ മുഖത്തിന്, വാക്കുകൾക്ക്, വായുവും വെളിച്ചവും എല്ലാത്തിനും ഒരു ഭാരമുണ്ട്. ജ്യേഷ്ഠനെ തന്നെയാണ് എനിക്കും നഷ്ടപ്പെട്ടുള്ളത്. ഞാൻ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഗോപാൽജി ആയിരുന്നു സെക്രട്ടറി. എനിക്ക് തോന്നുന്നു വലിയൊരു പ്രസ് ക്ലബിൽ ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് ഗോപാൽജിയുടെ ഒപ്പമാണ്. കാരണം ഞങ്ങൾ ബാലുകളായിരിക്കെ ഈ പ്രസ് ക്ലബ്ബ് ഇന്ന് കാണുന്ന രീതിയിൽ നേരത്തെ ജയിച്ച് പറഞ്ഞ പോലെ നിർമ്മിച്ചെടുത്ത് ഞങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നു. 30ഓളം സ്കൂളുകളെ പങ്കെടുത്തുള്ള സ്പെല്ലിംഗ് ബി മത്സരം പ്രസ് ക്ലബ്ബ് നടത്തിയതൊക്കെ ആ കാലഘട്ടത്തിലെ ഗോപാൽജി എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോഴും ഓർക്കാണ് എനിക്കത് നടത്താൻ പറ്റുമായിരുന്നില്ല. കാരണം സ്വന്തം ഒരു ചേട്ടനെ പോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് എന്നോടൊപ്പം യാത്ര ചെയ്ത് അത്രയധികം യാത്രകൾ ഞങ്ങൾ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിയ സഹോദരനായ ബാബു മലയിൽ ഗോപാൽജി എന്നിവരുടെ വേർപാടിൽ അവരുടെ അനുസ്മരണ ദിനത്തിൽ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ പൊതു സാംസ്കാരിക മേഖലയിലുള്ള എല്ലാവർക്കും പ്രസ് ക്ലബിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.